ഇദ്ദേഹം പറയുന്നത് നാട്ടുകാരുടെ പേരിലാണ്. യഥാർത്ഥത്തിൽ നാട്ടുകാരൊന്നും അദ്ദേഹത്തിന് ഒരു അസഭ്യമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ദുരൂഹത ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായി തെളിയിക്കപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നോണ്ട് പിന്നെ വേണ്ട വീണ്ടും അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇല്ല നമ്മൾ പ്രശ്നങ്ങൾ കൂടെ നേരത്തെ നല്ലൊരു വഴക്കുണ്ടായി പറഞ്ഞപ്പോ നല്ലൊരു വഴക്കുണ്ടായി. നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഈ വഴക്കിനോട് താല്പര്യം നല്ല നാട്ടുകാരെല്ലാം ഇവിടെ വന്ന് നമ്മൾ അടിക്കാൻ വന്നു. നമ്മൾ ഇവിടെ സാറേ നേരത്തെ നാട്ടുകാരെല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞ പഠിക്കാനൊക്കെ നമ്മളെ വന്നു. സാറേ താല്പര്യമില്ല എന്തിനു മടി ഉണ്ടാക്കുന്നത്? എനിക്ക് പുറത്തോട്ട് വരെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്നെ അടിക്കാൻ കണക്കാണ് എല്ലാരും നിൽക്കുന്നത്. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തോ അതെല്ലാം പിന്നെ നിയമപാലകരുണ്ട്, അവർ തീരുമാനിക്കും. എന്താണ് സംഭവിച്ചത്? നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്ലീസ്. പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. നേരത്തെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും മാത്രം പറഞ്ഞു. നിങ്ങളെ എന്താണ് സംഭവിച്ചത് മാത്രം പറഞ്ഞു. അച്ഛൻ എപ്പോഴാണ് മരിച്ചത്, എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു തുടങ്ങി. നമ്മൾ പറഞ്ഞപ്പോ എല്ലാരും കൂടെ നമ്മൾ അടിക്കാൻ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് അടിക്കാനല്ലേ കാര്യം പറയാനാണ് പറ്റിയത്. നമ്മളെ പറ്റി നോണ പറഞ്ഞപ്പോ കാര്യം എന്താ നോണ എന്താ പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് നാട്ടുകാരുടെ പേരിലാണ്. യഥാർത്ഥത്തിൽ നാട്ടുകാരൊന്നും അദ്ദേഹത്തിന് ഒരു അസഭ്യമങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ദുരൂഹത ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായി തെളിയിക്കപ്പെടുന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, ഇതിനെ തുറന്നു കാണിക്കുക. ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം ഉണ്ടോ യഥാർത്ഥത്തിൽ? അതാണ് ഇപ്പോഴത്തെ നാട്ടുകാർക്ക് ഇപ്പോൾ അറിയേണ്ടത്. അല്ലാതെ അദ്ദേഹം പറയുന്നതനുസരിച്ച് മാത്രം വെറുതെ കിടന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് വെറുതെ അലുമ്പുകൾ ഉണ്ടാക്കാൻ അവിടെ ആർക്കും ശ്രമമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ശരിക്കും അറിയണം, അത്രയേ ഉള്ളൂ.